കമ്മീഷണർ സാർ, റെഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചുമട്ടു തൊഴിലാളിയും ചായക്കടക്കാരനൊക്കെയാ. അതെ, അവരെല്ലാം അടിച്ചോടിക്കേ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള വണ്ടി എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ ബസ് വിടാൻ പോവുകയാണ്. അവിടെ കടയിട്ടിരിക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്നാ പറയുന്നത്. ചായക്കട നടത്തുന്നവനും മുറുക്കാൻ കട നടത്തുന്നവനും കഞ്ചാവ് വിൽക്കാന്ന് പറഞ്ഞ് പോലീസുകാർ കൊണ്ട് അടിച്ചു. മോനെ, ഇന്ന് പോലീസിന്റെ അടി കൊണ്ടവര്, കട കാലിയാക്കിയവര്, ജയിലിൽ കിടക്കുന്നവര് എല്ലാവരും മോന്റെ പേരാ മോനെ പറഞ്ഞത്. മോന്റെ പേരാ പറഞ്ഞത്. റെഡ്, അമ്പലത്തിന്റെ വാതിൽക്കിരുന്ന് പാവപ്പെട്ടവരായ പൂവും പഴവും വിറ്റ് ജീവിക്കുന്നവരെല്ലാം അനധികൃതമായിട്ടാണ് അവിടെ കച്ചവടം നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിരിക്കുക. എന്റെ രക്തം തിളയ്ക്കുകയാണ്. ഇതെല്ലാം ശ്രീനിയുടെ പ്രഷറാ. കമ്മീഷണറുടെ ആക്ഷൻ അതാ ഇവരെ വേദനിപ്പിച്ചത്. നമ്മളെ വേദനിപ്പിച്ചവനെ വെറുതെ വിടരുത്. വിടരുത് റെഡ്ഡേ, അതാ. യെസ് സർ, യു മേ ഗോ. ഇട്ടിരിക്കുന്ന ഡ്രസ്സും നന്നായിട്ടുണ്ട്, പ്രസ് മീറ്റിൽ സംസാരിച്ചു നന്നായിട്ടുണ്ട്. താങ്ക്സ്. മിനിസ്റ്ററോട് ഞാനാ പറഞ്ഞത് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. നിങ്ങൾ ഒരു 6 മാസം മര്യാദയ്ക്കൊക്കെ നടക്ക്. അതല്ല സർ, പ്രശ്നം വേറെ റൂട്ടിലാണ് പോകുന്നത്. റെഡിനെ സപ്പോർട്ട് ചെയ്തവരെല്ലാം പിടിച്ചകത്തിട്ടിരിക്കുക. ജയിലിനകത്താരും ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അതാ ഏറ്റവും വലിയ ടെൻഷൻ. റെഡ് വെറും ഓലപ്പടക്കവാ. സംസാരം കേട്ടാ വലിയ വിപ്ലവകാരിയാണെന്ന് തോന്നുന്നു. വിശ്വസിക്കണ്ട. നോ, അങ്ങനെ വിചാരിക്കരുത്. അപ്പൊ എന്ത് ചെയ്യാൻ പോവാ? റെഡിനെ വിളിച്ച് സംസാരിക്കാൻ പോവാ. അല്ല ഇൻസ്പെക്ടറെ, മുള്ളു വെച്ചെടുക്കേണ്ട കാര്യം കോടാലി വെച്ചെടുക്കാൻ പോവാണോ? സംസാരിച്ച് നോക്ക്. പിന്നെ നിങ്ങളൊന്നും തന്നെ കാണണം. തീ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുക, മനസ്സിലായോ? കാരണക്കാരൻ നിങ്ങളാ. ഏയ്, നെവർ സേ ദാറ്റ്. ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യണം. അതിന് സ്റ്റെപ്പ് എടുത്താ അത് തെറ്റാ? എടുക്കുന്ന സ്റ്റെപ്പ് പാവങ്ങളെ ബാധിക്കാൻ പാടില്ല. റോഡ് സൈഡിൽ ഹോട്ടൽ നടത്തുക, പൂവും പടവലങ്ങയൊക്കെ റോട്ടിലിട്ട് വിൽക്കുകയും ചെയ്താ പബ്ലിക്കിന് ബുദ്ധിമുട്ടാവില്ലേ? റോഡ് സൈഡിൽ ഹോട്ടൽ നടത്തുന്നവനും പൂവും പടവലവും വിൽക്കുന്നവനും ചേർന്ന ഈ പൊതുജനം. ഇവിടുത്തെ പാവങ്ങള് ജീവിക്കാൻ കഷ്ടപ്പെടുക. അതിനിപ്പോ എന്താണോ ചെയ്യേണ്ടത്? അവരുടെ വായിൽ മണ്ണ് വാരിയിടരുത്. കള്ളക്കേസ് എടുക്കാനും പാടില്ല. എവിടെ കട തുടങ്ങണം, എങ്ങനെ കച്ചവടം ചെയ്യണമെന്നൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങൾ പറയുന്നിടത്ത് കട നടത്തണമെങ്കിൽ ലക്ഷങ്ങൾ അഡ്വാൻസും കൊടുക്കണം, 1000 വാടകയും കൊടുക്കണം. അപ്പോ നടുറോട്ടിൽ വന്ന് ബിസിനസ് ചെയ്യുന്നല്ലേ? പറ്റൂല്ലെങ്കിൽ അങ്ങ് വിട്ടേക്കണം. എന്താ, അവരെ നിങ്ങൾക്ക് സഹായിക്കാലോ. ബാങ്കിൽ ജാമ്യം നിന്ന് കാശ് വാങ്ങിച്ചു കൊടുക്കും, അവര് ജീവിച്ചോളൂ. കണ്ടവനൊക്കെ ജാമ്യം നിൽക്കലല്ല ഞങ്ങളുടെ പണി, അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല. അപ്പൊ അവരുടെ തലയിലെടുത്ത് നിങ്ങളും നിശ്ചയിക്കരുത്. വേണ്ട, നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കാൻ ഇത് നിന്റെ വീടല്ല, ഇത് കമ്മീഷണർ ഓഫീസാണ്. അതുകൊണ്ടാ സമാധാനമായിട്ട് സംസാരിക്കുന്നത്. ഓഹോ, നീ എന്താ സംസാരിക്കുന്നത്? കുറെ ചുമട്ടു തൊഴിലാളികളും റിക്ഷാക്കാരും ഒക്കെ നിന്റെ പിന്നിലുണ്ടെന്നുള്ള ധൈര്യമാണോ? അതെ, എന്റെ പിന്നാലെ നിൽക്കുന്നവരൊക്കെ അധ്വാനിക്കുന്നവരാ, സത്യം മാത്രം പറയുന്നവര്, നാട്ടുകാർക്ക് നന്മ ചെയ്യണമെന്ന് വിചാരിക്കുന്നവര്, ഇന്നുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവര്, അർഹതയില്ലാത്ത കാശ് ആഗ്രഹിക്കാത്തവര്, സ്നേഹിക്കുന്നവർക്ക് ജീവൻ കൊടുക്കുന്നവര്, കഷ്ടതയിലും ചിരിക്കുന്നവര്, പട്ടിണിയായാലും കക്കാത്തവര്, പഠിക്കാത്തവര്, പക്ഷെ വിവരമുണ്ടവർക്ക്. മനസ്സിലായോ നിങ്ങൾക്ക്? അതൊന്നും എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നടന്ന കലാപത്തിന് കാരണക്കാര് നിന്റെ ആൾക്കാരാണെന്ന് തെളിഞ്ഞാ എനിക്ക് എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. ആക്ഷൻ അല്ലേ? 307 കൊലപാതക ശ്രമം 3 വർഷം, 363 ആളെക്കടത്തൽ 7 വർഷം, 376 മാനഭംഗം 10 വർഷം. ഇതിലേതെങ്കിലും ഒരു കുറ്റം ചുമത്തി നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യും. അത് നിങ്ങളായിട്ട് ചെയ്താലും ആരുടെങ്കിലും വാക്ക് കേട്ട് ചെയ്താലും ശരി, ഒന്ന് മാത്രം ഓർമ്മയിലിരിക്കട്ടെ, നിങ്ങൾ വാങ്ങുന്ന ശമ്പളം ഉപ്പ് വിൽക്കുന്നവന്റെ വിയർപ്പും ചുമടെടുക്കുന്നവന്റെ കിതപ്പും അധ്വാനിക്കുന്നവന്റെ ചോരയോ. അത് മനസ്സിലാക്കിയ നന്ദി. നിന്നെ പോലുള്ളവന്മാരെയൊക്കെ കടലാസം പേനെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ നല്ല ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതാ. എന്താ ഭീഷണിയാ? ഗാന്ധിജി പേടിച്ചാ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. ജനങ്ങൾ ഒറ്റക്കെട്ടായതുകൊണ്ടാ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത്. എന്നെ ഭയപ്പെടുത്തേണ്ട കമ്മീഷണർ സാർ, ഭയപ്പെടുന്നവരോട് ചെന്ന് പറ. കമ്മീഷണർ സാറേ, ഞങ്ങളെല്ലാം മണ്ണെണ്ണ വിളക്കുകൾ.
എന്നാൽ അത് മലയ്ക്ക് മുകളിലായിരിക്കുന്നേ. അണയ്ക്കാൻ ആരെങ്കിലും വന്നാ അവര് കത്തിച്ചാമ്പലാകും. കമ്മീഷണർ സാർ, ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവൻ വരെ കൊടുക്കും.